What is your decision? Just tell me, yes or no. സത്യം പറഞ്ഞ now I'm in total confusion. Okay. Just give me a ring. See you evening. Okay? How are you, my dad? Oh, I am fine. Come on, മോളെ. പിന്നെ ഡാഡി, ഞാൻ പറഞ്ഞ കാര്യം ഡൽഹി ബേസ് ചെയ്താൽ ഇന്റർനാഷണൽ ന്യൂസ് ഏജൻസികളിലും വിഷ്വൽ മീഡിയയിലൊക്കെ നല്ല സ്കോപ്പ് ഉണ്ടാവും. പഠിപ്പും കോഴ്സും എന്നൊക്കെ പറഞ്ഞ് ഇനി ഇങ്ങനെ ചുറ്റി അടിച്ചാടുന്നാ മതിയോ? ഞങ്ങൾക്കും ചില കണക്കൂട്ടലും ആഗ്രഹങ്ങളും ഒക്കെ ഇല്ലേ മോളെ? No, Dad. You are catching a trump card. You are last resort. കോഴ്സിന് ചേർന്നിട്ടായാലും ഇതൊക്കെ ആവാലോ. Just 1 year. Please, Dad. Please. ഇപ്പൊ ഉള്ള കോഴ്സൊക്കെ തന്നെ ഇത്തിരി അധികമല്ലേന്ന സംശയം. ഇനി ഇവിടെ നിലത്ത് നിന്നേച്ചാ മതി. അമ്മയില്ലാത്ത കാരണം പറഞ്ഞ് ഡാഡി ഒറ്റയാളെ ഇവിടെ ഇങ്ങനെ കൊഞ്ചിച്ച് വഷളാക്കണത്. ഞാനൊന്നും പറയുന്നില്ല. ആരെങ്കിലും വിളിച്ചാ ഞാൻ എസ്റ്റേറ്റിലുണ്ടാവും. ഞങ്ങള് മിലിറ്ററിക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെണ്ണുങ്ങൾക്കൊക്കെ ഒരു ഹരവാ. പ്രത്യേകിച്ച് ദേശത്തിനൊക്കെ ഇത്തിരി കൂടുതലുള്ള പഞ്ചാബി പെണ്ണുങ്ങൾക്ക്. അതുകൊണ്ടെന്താ അസൂയപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. ഒന്ന് പോടോ, ആർക്കാ എത്ര അസൂയ? മുരളി സാറല്ലേ പുറത്തോട്ട് പോയി. ഓഷ്യൻ ഹാർവസ്റ്റിൽ നിന്നൊരു ഫോൺ ഉണ്ടായിരുന്നു. ഒരു ഓഷ്യൻ ഹാർവെസ്റ്റ് മാധവജി ബോംബെയിലെങ്ങാണ്ട് കിടന്ന ഒരുത്തൻ കുറെ കിളിമാർക്ക് പെണ്ണുങ്ങളെ കൊണ്ടുവന്ന് അയാളെ വെച്ച് പടപ്പെടുത്തല്ലേ? കയ്യില് പൂത്ത കാശിരുന്ന ആരുടെ പടം വേണേലും പിടിക്കാന്നേ. പറഞ്ഞത് കറക്റ്റ്. വെള്ളമാണെന്ന് വെച്ച് വായി തോന്നിയൊക്കെ പറയാതെ തോമസേ, അത് മാധവജിയെ കുറിച്ച് ഒരു ഡോക്യുമെന്ററിയാണ്. മാധവജി ചെയ്ത സൽക്കർമ്മങ്ങളുടെ ഗുണം കൊണ്ടാ. സൽക്കർമ്മങ്ങളുടെ കാര്യം ഒന്നും പറയണ്ട. പിന്നെ വർമ്മയ്ക്ക് ഇത്ര കൊളുത്തേന്റെ കാര്യം വേറെ. ഇയാളുടെ മകള് ഇപ്പൊ ഏത് നേരം ആ സിനിമാക്കാരന്റെ പുറകെയാ. തോന്നിയാസം പറയാം. എന്ത് തോന്നിയാസം? തന്റെ മകൾ ആ സിനിമാക്കാരന്റെ വാലെ തൂങ്ങി പാർക്കിലും കടപ്പുറത്തും ഒക്കെ ഇറങ്ങി കിടക്കുന്ന ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. ഡാഡി എന്താ ഇത്? ഡാഡി ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വന്നേ. ആളുകൾ പറഞ്ഞില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. അറിയോ, ഞാൻ തന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ട് ദിവസം കുറയായി. അപർണ എവിടുന്നാ? ഞാൻ അല്പം ലേറ്റ് ആവും. വിഷമിക്കണ്ട. എൻ്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ നിന്നാ, ഒരു കൂട്ടുകാരിയുടെ. Any clues, sir? അത് ശരി. അതെങ്ങനെ? ഞങ്ങളെക്കാളും നേരത്തെ വല വീശിരിക്കുന്ന നിങ്ങൾ പത്രക്കാരല്ലേ? എന്തെങ്കിലും ഒരു കറികളുള്ള എനിക്ക് വെച്ചേക്കണേ. ബോംബെ എന്നായാലും ഗോവറിൽ നിന്നായാലും ചായ നേരം തോരുന്നവർ ഇങ്ങോട്ട് കിട്ടിയെടുത്തുള്ളൂ, ബാക്കിയുള്ളവർ ഉറക്കം കെടുത്ത്. ആരോ ഒരു അറിയിച്ചത്? അച്ഛനോട് പയ്യനാണ് സാർ. അവനെ വിളിക്ക്. നീ പുറത്തുനിന്നല്ലേ സാറിന് പത്രം അറിയാറ്? അതെ സാർ. പിന്നെന്താ ഇന്ന് മാത്രം അകത്ത് കയറിയത്? ചത്തൊന്ന് ഉറപ്പുവരുത്താനോ? പത്രത്തിന്റെ ബില്ല് കൊടുക്കാൻ കയറിയതാ. ഇന്ന് തന്നെ കൊടുക്കണമെന്ന് എന്താ അത്ര നിർബന്ധം? ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന നിനക്ക് നേരത്തെ അറിയാമായിരുന്നല്ലേ? സർജൻ എത്തിയിട്ടുണ്ട്. ബോഡി പുറത്തേക്ക് എടുക്കാലോ. ഗുഡ് മോർണിംഗ് ഹക്കീം സാർ. ഗുഡ് മോർണിംഗ്. എന്താ ഒരു സർപ്രൈസ് വിസിറ്റ്? എനിക്ക് സാറിന്റെ ഒരു സഹായം വേണം. മോളുമായിട്ട് സംസാരിക്കണം. എന്താ പുള്ളിക്കാരന്റെ പേര്? അനു. അപർണ. അവൾ ആകെ ഷോക്ക്ഡാണ്. ഒന്നും സംസാരിക്കാവുന്ന ഒരു മൂഡിലാണ്. അത് ഞാൻ മാനേജ് ചെയ്തോളാം. പുള്ളിക്കാരത്തി മൂഡ് ഓഫ് ആക്കാതെ ഒരു 5 മിനിറ്റ്. എവിടെ കക്ഷി? അവൾ മുകളിൽ റൂമിലുണ്ട്. ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഐ എം സോറി വർമ്മ സാർ. ഈ കൊലപാതക കേസ് അതിന്റെ പുറമെയുള്ള എൻക്വയറി എന്നൊക്കെ പറയുമ്പോൾ കുറഞ്ഞ വർഷം നാട്ടുകാരെ ബോധിപ്പിക്കാനെങ്കിലും നമ്മൾ അതിൻ്റെതായ ഒരു ഫോർമാലിറ്റിയും പ്രൈവസിയും ഒക്കെ പാലിക്കണമല്ലോ. സാറ് വെറുതെ സ്റ്റെയർ കേസ് കയറി ഇറങ്ങി ഹാർട്ട് ബീറ്റും BP കൂട്ടണ്ടേ. ഇവിടെ നിൽക്കുകയല്ലേ നല്ലത്. അരവിന്ദനെ ഒന്ന് വിവരം അറിയിക്കണ്ട വല്യണ്ണ. A highly motivated, planned and brutal murder. Yes. ജ്യോതിർ ഘോഷ് ഒരിക്കലും സൂസൈഡ് ചെയ്യില്ലെന്നും സൂസൈഡ് ചെയ്യേണ്ട കാര്യമില്ലെന്നും അപർണ തന്നെ ഇത്ര തർപ്പിച്ച് പറയുമ്പോൾ അതങ്ങനെ തന്നെ വിശ്വസിക്കാനാണ് എനിക്കും ഇഷ്ടം. പക്ഷേ കഷ്ടിച്ചൊരു മാസം മുമ്പ് മാത്രം ലാൻഡ് ചെയ്ത ജ്യോതിർ ഘോഷിന് സുഹൃത്തുക്കളെന്ന് പറയാൻ പോലും ആരുമില്ല. പിന്നല്ലേ ശത്രുക്കള്. അപ്പൊ പിന്നെ ആകെ ഉള്ളത് അപർണയെ പോലെ ചുരുക്കം ചില ഇന്റിമേറ്റ്സ് മാത്രമാണ്. So, I have to begin
ഫ്രം യു. എങ്ങനെയാണ് നിങ്ങളുടെ അടുപ്പം തുടങ്ങുന്നത്? ആഡ് ഫിലിം ചെയ്യാനെത്തിയ ജ്യോതി സർ ഞങ്ങളുടെ ജേർണലിസം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 1-2 വട്ടം ഗസ്റ്റ് ലെക്ചററായി വന്നിരുന്നു. എന്റെ അക്കാഡമിക് തീസിസും അതുതന്നെയായിരുന്നു, ഷോർട്ട് ഫിലിംസ് ആൻഡ് ആഡ് ഫിലിംസ്. ഐ സി. അക്കാഡമിക് കൗതുകവും സംശയ നിവാരണവും വഴിമരുന്നിട്ട ഒരു റിലേഷൻ അല്ലേ? പിന്നെ എവിടെ മുതൽക്കാണ് ഒരു ശിഷ്യബന്ധം മറന്നും ആ ബന്ധം ഡെവലപ്പ് ചെയ്തത്? What do you mean? We were just friends. യെസ് ഐ ക്യാൻ റിയലൈസ് യു. പക്ഷേ നിങ്ങളുടെ ബാച്ചിൽ വേറെയും പെൺകുട്ടികൾ ഉണ്ടാവുമല്ലോ? ഉണ്ടാവുന്നല്ല, ഉണ്ട്. എന്നാൽ അവരോടൊന്നും ഇല്ലാത്ത ഒരടുപ്പം മിസ്റ്റർ ഘോഷിന് നിങ്ങളോടുണ്ടായിരുന്നില്ല എന്ന് പറയാൻ പറ്റുമോ? But sir, it's not like as you think. ഓക്കെ, ലീവ് ഇറ്റ്. അതിരിക്കട്ടെ, ജ്യോതിർ ഘോഷിനെ കാണാനും തീസിസിനും റിസർച്ചിനും ഒക്കെ ഗൈഡൻസ് നേടാനുമായിട്ട് അപർണ ഇടയ്ക്കിടയ്ക്ക് അയാളുടെ വാടക വീട്ടിൽ പോകുമായിരുന്നു അല്ലേ? കൊലപാതകം നടന്ന രാത്രിയിലും താൻ അവിടെ ഉണ്ടായിരുന്നു? ഈവനിങ്ങിൽ മാത്രം. രാത്രി 9 മണി എന്നൊക്കെ പറഞ്ഞാൽ സാധാരണ ഈവനിങ് എന്നല്ല പറയാറുള്ളത്. ഓക്കെ, സംസാരിച്ച മാറ്ററിന്റെ സീരിയസ്നെസ്സിൽ നേരം പോയതറിഞ്ഞില്ല. ഇടയ്ക്ക് മിസ്റ്റർ ഘോഷ് പുറത്തുപോയി 2 കോള വാങ്ങി വരുന്നു. കൊക്കക്കോള കക്ഷിക്കും ലിംക അപർണയ്ക്കും. Am I right? Come on. പിന്നെ എപ്പോഴാ പറഞ്ഞു തുടങ്ങിയത്? No. No, you're framing me. പൊതുവെ പോലീസുകാർ ചോദ്യം ചെയ്ത് വെള്ളം കുടിപ്പിക്കുന്നൊക്കെയാ പറയാറുള്ളത്. പക്ഷേ തന്നെ പോലൊരു പഠിപ്പും ബുദ്ധിയുമുള്ള ഒരു കക്ഷിയെ നേരിടുമ്പോൾ ചോദിക്കുന്ന ആൾ വെള്ളം കുടിച്ചു പോകും. ഇഫ് യു ഡോണ്ട് മൈൻഡ്, കുടിക്കാൻ അല്പം വെള്ളം. Sure. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞു വന്നത്? ഒടക്കിനാണോ കാരണങ്ങൾക്ക് പഞ്ഞം? വിലപ്പെട്ടതായി നമ്മൾ കാത്തു സൂക്ഷിച്ചതെല്ലാം ഒരുവൻ ചതിപ്രയോഗത്തിലൂടെ തട്ടിപ്പറിച്ചു എന്നറിയുമ്പോ എന്തൊക്കെയാണ് ചിന്തിക്കുന്നതെന്നും പ്രവർത്തിക്കുന്നതെന്നും അത് അനുഭവിച്ചവർക്കല്ലേ അറിയാൻ പറ്റൂ. എനിക്ക് തിരക്കില്ല, എല്ലാം ഒന്നുകൂടി ഓർത്തിട്ട് സാവകാശം പറഞ്ഞാൽ മതി. ഞാൻ എന്താ വീണ്ടും വീണ്ടും പറയുന്നതെന്ന് വെച്ചാൽ തിടുക്കം വേണ്ട. ടേക്ക് യുവർ ഓൺ ടൈം. ബട്ട് വി ഹാവ് ടു എൻഷുർ ദാറ്റ് എ സിംഗിൾ സ്റ്റോൺ ഷുഡ് നോട്ട് ബി ലെഫ്റ്റ് അൺടേൺഡ്. ഓഫ് കോഴ്സ് സർ. ഇരിക്കെ. താങ്ക് യു സർ. കൊല നടന്ന രാത്രിയിൽ അവിടെ അവസാനമായി എത്തിയത് ആ പെൺകുട്ടി തന്നെയാണെന്നുള്ളതിന് വ്യക്തമായ തെളിവുകളും ദൃക്സാക്ഷികളും ഉണ്ട് സർ. ഇരുവരും ചേർന്ന് കഴിച്ച സോഫ്റ്റ് ഡ്രിങ്ക്സിൽ ഒന്നിൽ മാത്രം വിഷാംശം. അതേ വിഷാംശം ഉള്ളിൽ ചെന്നാണ് മരണം സംഭവിച്ചിട്ടുള്ളതെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. പിന്നെ സോഫ്റ്റ് ഡ്രിങ്ക്സിന്റെ ബോട്ടിൽ കണ്ടെത്തിയ ഫിംഗർ പ്രിന്റ് അപർണയുടേതാണെന്ന് ഐഡന്റിഫൈ ചെയ്തിട്ടുമുണ്ട്. സോ ഇനിയും അറസ്റ്റ് വഹിക്കുന്ന എന്തിനാണെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. അറസ്റ്റ് ചെയ്ത് പിടിക്കേണ്ടത് പിടിച്ചാ തത്ത പറയും പോലെ ബാക്കിയെല്ലാം പറയില്ല സർ. പിടിയും വലിയൊക്കെ അവിടെ നിൽക്കട്ടെ. വാട്ട് ഈസ് ദ മോട്ടിവേഷൻ ബിഹൈൻഡ് ദ മർഡർ? എന്തിനു വേണ്ടി അവളെ ചെയ്യണം? ജ്യോതിർ ഘോഷും അപർണയുമായുള്ള അടുപ്പം ഒരു പ്രണയമായി വളരുകയും വിവാഹിതരാകാമെന്ന ധാരണയിൽ എല്ലാം അന്യോന്യം പങ്കുവെക്കുകയും ചെയ്യുന്നു. പക്ഷേ കാര്യം കണ്ടു കഴിഞ്ഞപ്പോ തന്നെ കൈയൊഴിഞ്ഞ് സ്ഥലം വിടാനാണ് അയാളുടെ നീക്കമെന്ന് മനസ്സിലാക്കിയ പ്രതികാര ദുർഗയായ പെൺകുട്ടി തന്ത്രപൂർവ്വം അടുത്തുകൂടി കോളയിൽ വിഷം ചേർത്ത് അയാളുടെ കഥ കഴിക്കുന്നു. ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കാനുള്ള അവളുടെ ശ്രമങ്ങൾ പൂർണ്ണമായും ഫലപ്രാപ്തി എത്തിയില്ലെന്ന് മാത്രം. ഇത് ശരിക്കൊരു പൈങ്കിളി നോവൽ വായിക്കുന്നത് പോലെ ഉണ്ടല്ലോ തന്റെ പ്രസന്റേഷൻ. സംതിങ് റിയലി വിഷ്യസ്. പരിചയവും പ്രേമവും ലൈംഗിക ബന്ധവും പിന്നെ കൊലപാതകവും എല്ലാം ഒരേ മാസത്തിൽ. നോ ഐ ഡോണ്ട് ബിലീവ് ഇറ്റ്. ഹക്കിമിന്റെ ഇൻവെസ്റ്റിഗേഷൻ കൺക്ലൂഷനിലും സംശയം ഉണ്ടായിട്ടല്ല. എങ്കിലും അറസ്റ്റിനും ഫർദർ പ്രൊസീഡിങ്സിനും അല്പം കൂടി വെയിറ്റ് ചെയ്തേ പറ്റൂ. എന്താ സർ എനി പൊളിറ്റിക്കൽ പ്രഷർ? ഡിപ്പാർട്ട്മെന്റിലേക്ക് ഒരു പുതിയ സാധനം കൂടി ഇറക്കുമതി ചെയ്യുന്നുണ്ട്. നമ്മുടെ അന്വേഷണം പ്രയോജനപ്പെട്ടേക്കാം. എന്തെങ്കിലും പുതിയ കമ്പ്യൂട്ടർ എക്യുപ്മെന്റ്സ് വല്ലതാണോ സർ? ആണോന്ന് ചോദിച്ചാൽ ആണ്. കേട്ടിട്ടില്ലേ, മനുഷ്യന്റെ രൂപവും കമ്പ്യൂട്ടറിന്റെ മനസ്സുള്ള തമിഴ്നാട് കേട്ടലെ IPS ടോപ്പ് ബ്രാൻഡ് മിസ്റ്റർ രവി രാമകൃഷ്ണ.